ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും അതിനും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നല്ലോ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ സിസ്റ്ററെ കർത്താവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ, എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. സ്തോത്രം. ഓക്കെ. ജീവിതത്തിലെ കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും വഴികളും കർത്താവ് നടത്തിയ വിധങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം, ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, നിന്റെ ദാസ സംസാരിപ്പാനുള്ള എല്ലാ കൃപയും പരിശുദ്ധാത്മാവ് നൽകി കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ നാമം മാത്രമേ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന് പരിശുദ്ധാത്മാവിടയാക്കുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാന് പരിശുദ്ധ കർത്താവ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, നമ്മോടൊപ്പം എവിടെ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്? തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്നാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കള്, 4 കൊച്ചുമക്കള്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വധങ്ങളും വഴികളും ഒക്കെ കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടായിരിക്കുന്നു. ഇനിയുള്ള സമയം ഞാൻ ദൈവദാസിക്ക് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസ്യത ദൈവനാമത്തിൽ വിനിയോഗിച്ചാട്ട്. ഓക്കെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു. ദൈവത്തിന്റെ പൊന്നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളോട് ഒരുമിച്ച് അടിയാൾക്കും ജീവിക്കുന്ന ദൈവമായ യേശു രക്ഷകൻ എന്റെ ജീവിതത്തിൽ എനിക്ക് സൗഖ്യം തന്നതിനെ കുറിച്ച്, നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന അടിയാളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിന്റെ മക സ്നേഹത്തെ കുറിച്ച് അറിയിക്കുവാൻ തക്കമുള്ള ഒരു അവസരം ഒരുക്കി തന്ന കർത്താവായ യേശു കർത്താവിന് സകല മഹത്വവും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ ജോയ്സ് ടി വിയിലൂടെ ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി പറയാൻ അവസരം ഒരുക്കിയ പ്രിയ കർത്താവിന്റെ ദാസിയെ, അതിനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ കരുണയാല് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അടിയാൾക്ക് ഒരു ഭാഗ്യം നൽകി. എന്റെ കുടുംബത്തെ കുറിച്ച് പറയാൻ, എന്റെ പിതാവും മാതാവും എനിക്ക് മുൻപായിട്ട് 3 സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പെണ്ണില്ലാത്തത് കാരണം ഒരു പെൺകുഞ്ഞ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ മാതാവും പിതാവും വളരെയധികം ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ് 4ാമത് ഞാന് ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. അലലിയ CSI പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാനും ഏകദേശം 17 വയസ്സായപ്പോൾ എന്റെ വിവാഹം നടക്കുവാൻ ഇടയായിത്തീർന്നു. 18 വയസ്സായപ്പോൾ ദൈവം ഒരു മകനെ എനിക്ക് ദാനമായി ദൈവം നൽകി. ആ കുഞ്ഞിനെ പ്രസവിച്ച് 3 ദിവസമായപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ നീല നിറമാകുകയും കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഉടനെ തന്നെ ഡോക്ടർ വന്ന് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ ഇടയായി തീർന്നു. എന്നാൽ അന്ന് അറിയാവുന്നത് പോലെ എല്ലാവരും ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. ദൈവം മനസ്സലിഞ്ഞ് ചില നിമിഷങ്ങൾക്ക് ശേഷം ഡോക്ടർ വന്ന് പറയുവാനിടയായി, കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറുതായിട്ട് ചലനമുണ്ട് എന്ന് പറയുവാൻ. അല്ലെങ്കിൽ ജനിച്ച് 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, 3 ദിവസം മാത്രം ജീവിക്കുവാനായിട്ട് അവസരം ഉണ്ടായിരുന്ന ആ കുഞ്ഞിന് ദൈവം മനസ്സലിഞ്ഞ് ജീവൻ തിരിച്ചു നൽകുകയും, അത് യേശുവിന്റെ മഹാകരുണയാണ്. എത്രയോ മാതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടമാകുന്ന അവസ്ഥയില് ദൈവം മനസ്സലിഞ്ഞ് ആ കുഞ്ഞിന് വീണ്ടും ജീവിക്കുവാനായിട്ട് അവസരം തന്നതാണ്. സകല മഹത്വം യേശു കർത്താവിന് മാത്രമേ അർപ്പിക്കുവാനായിട്ടുള്ളൂ. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് 37 വയസ്സുള്ള മകനായി 2 മക്കളുടെ പിതാവായി കാണപ്പെടുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. ആ മകന്റെ ജീവിതത്തിൽ നോക്കിയാൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തോളം മക്കളില്ലാതെ ഇരുന്നു. എന്നാൽ ആ സമയത്ത് എല്ലാവരും അവരോട് പലപ്പോഴും പറയുമായിരുന്നു, ആശുപത്രിയിൽ പോകണം, അന്വേഷിക്കണം, തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നൊക്കെ. എന്നാൽ 1-2 പ്രാവശ്യമൊക്കെ ആ ഹോസ്പിറ്റലിൽ പോയി എങ്കിലും 2 പേർക്ക് വിശ്വാസം. ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന സമയത്ത് കടന്നു വരുന്ന ദൈവദാസന്മാർ
മകന്റെ മരുമകളുടെ തലയിൽ കഴിച്ചിട്ട് പറയുമായിരുന്നു, നിങ്ങൾക്ക് ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള തലമുറ ദൈവം തരും, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്ന്. അതുപോലെ തന്നെ ദൈവത്തിന്റെ കരുണയാൽ എന്റെ ഭർത്താവ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 7 എന്നൊരു സംഖ്യ കർത്താവ് കാണിക്കുവാനിടയായിത്തീരുന്നു. അപ്പോ എന്റെ ഭർത്താവ് മകനോട് പറയുവാനിടയായിത്തീരുന്നു, 7 വർഷത്തിനകം ദൈവം നിനക്ക് മക്കളെ തരും, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന് പറയുവാനിടയായിത്തീരുന്നു. ദൈവത്തിന്റെ കരുണയാൽ അതുപോലെ 7 വർഷമായപ്പോൾ ദൈവം ഒരു മകളെ ദാനമായി നൽകി. ഹന്ന എന്നാണ് ആ മകളുടെ പേര്. ആ മകൾക്ക് 7 വയസ്സായപ്പോൾ ഇപ്പോൾ ഒരു മകനെ കൂടി ദൈവം ദാനമായി നൽകി. ശമുവേൽ എന്നാണ് ആ മകന്റെ പേര്. ഇപ്പോൾ 1.5 വയസ്സുള്ള ഒരു പൈതലായി കുടുംബമായി അവർ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. സ്തോത്രം. എനിക്ക് രണ്ടാമതായിട്ടൊരു മകളാണ് ഉള്ളത്. ആ മകളെ ഗർഭിണിയായ സമയം മുതൽ എന്റെ മകനെ ഞാൻ 8ാം മാസത്തിലാണ് പ്രസവിച്ചത്. പിന്നെ 3 മാസം വരെ കുഞ്ഞിനെ കമ്പിളിയിൽ പൊതിഞ്ഞൊക്കെ സൂക്ഷിച്ചതായ അവസ്ഥകളായിരുന്നു. മകള് ഗർഭിണിയായ സമയം മുതൽ തന്നെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഗർഭപാത്രം കട്ടി കുറവായത് കാരണം ഏത് സമയം പ്രസവം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് അലലയ റെസ്റ്റ് ആയിട്ട് ഒരേ കിടക്കയിലായിരുന്നു. എന്നാൽ 7 മാസമായപ്പോൾ തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുകയും തലകീഴായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ അതിന്റെ ഒരു ഭാഗം ചുടുകട്ട വെച്ച് ഉയർത്തി അലലയ ഉയർത്തി വെച്ച് അങ്ങനെ 3 മാസം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം എല്ലാ ദിവസവും വൈകിട്ട് 4 മണിയാവുമ്പോൾ ഒരു ദൈവദാസൻ, ഒരു പെന്തക്കോസ്തിലെ ദൈവദാസൻ കടന്നു വന്നിട്ട് എന്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആരാണ് എന്താണെന്നൊന്നും എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ദൈവം അയച്ചിട്ട് വന്നു എന്ന പോലെ എല്ലാ ദിവസവും 4 മണിക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുകയും എന്നോട് പറയുമായിരുന്നു, ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തലമുറയെ ദൈവം നിനക്ക് തരും. പിശാചിനെ നശിപ്പിക്കുവാൻ നോക്കിയാലും യേശുപ്പൻ നിനക്ക് ഈ കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തുവാനിടയായിരുന്നു. ദൈവത്തിന്റെ കരുണയാൽ 9 മാസവും ഹല്ലേലൂയ 9 ദിവസവും തികയുന്നത് വരെയും, അതിനിടയ്ക്ക് അപ്പോഴപ്പോഴായിട്ട് അസുഖം കൂടും, വയറുവേദന വരും, ലേബർ റൂമിൽ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞിട്ട് ആ കുഞ്ഞിന് ഒരു ദോഷവും ഇല്ലാതെ കാലങ്ങളും സമയങ്ങളും ദിവസങ്ങളും ദൈവം നിശ്ചയിച്ച സമയമായപ്പോൾ പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞിനെ തന്നെ ദൈവം തരുവാനിടയായിത്തീർന്നു. സകല മഹത്വവും എന്റെ കർത്താവിന് മാത്രമേ അർപ്പിക്കുവാനായിട്ടുള്ളൂ. ദൈവത്തിന്റെ കരുണയാൽ മകൾക്ക് കഴിയുവാനും 2 മക്കളുടെ അമ്മയായിരിക്കാനും ദൈവം സഹായിച്ചു. മൂത്ത കുഞ്ഞിപ്പോൾ ഇനി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ കുഞ്ഞിനി 1ാം ക്ലാസ്സിലാവുന്നു. അങ്ങനെ 2 ആൺമക്കളുടെ മാതാവായി ആ മകളും ദൈവത്തിന്റെ കരുണയാൽ കാണപ്പെട്ടു. എന്റെ 2 മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ 2 പേരും, എന്റെ മകൻ 10ാം ക്ലാസ്സിലും മകള് 8ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ഞങ്ങൾക്ക് പെന്തക്കോസ്ത് ചർച്ചിലോട്ട് വരുവാനും അവർ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള മകൾ ഭാഗ്യം കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. സ്തോത്രം. സകല മഹത്വം എന്റെ കർത്താവിന് മാത്രം. സ്തോത്രം. എന്റെ കുടുംബത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം 30 വയസ്സ് വരെ CSI പാരമ്പര്യത്തിൽ തന്നെ ദൈവത്തെ ആരാധിച്ചു വന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ എന്റെ വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങൾക്ക് ശേഷം എന്റെ വിവാഹത്തോടു കൂടെ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങുവാനായിട്ട്, പ്രിന്റിംഗ് പ്രസ് സ്വന്തമായിട്ട് തുടങ്ങുവാൻ തക്കവണ്ണം എന്റെ ഭർത്താവിന് ദൈവം അവസരം ഒരുക്കി. അങ്ങനെ ആ ജോലികളൊക്കെ ചെയ്ത് പിന്നെ കൂട്ടുകാരായി അങ്ങനെ കാര്യാദികളായി വന്നപ്പോൾ മദ്യപാനം തുടങ്ങുകയും പിന്നെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പൂർണ്ണമായി മദ്യം എന്ന പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ട അവസ്ഥയായിരുന്നു. സാധാരണ വ്യക്തികൾ പകൽ ജോലി ചെയ്യുകയും രാത്രി കുടിച്ചുകൊണ്ട് കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മദ്യപിച്ചിട്ട് റോഡിന്റെ സൈഡിലൊക്കെയും കിടന്നിട്ട് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ആ സമയങ്ങളിൽ ഹൈന്ദവരായ സ്ത്രീകൾ കണ്ടിട്ട് വന്ന് പറയുമായിരുന്നു, ഇത് സ്വന്തം സ്ഥാപനം നശിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂജകൾ ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അത് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തീർക്കണമെന്ന് പറയുവാനിടയായിരുന്നു. എന്നാൽ ഈ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ചികിത്സകൾ നടത്തുന്ന അനേക സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ ചികിത്സിക്കാൻ 15 ദിവസം 21 ദിവസം ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട്. നാമധേയമായി ഹല്ലേലൂയ കത്തോലിക്ക സമുദായത്തിന്റെ കീഴിൽ പ്രശ്നങ്ങൾ പറയുകയും പിശാചിനെ ഒഴിപ്പിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്നൊന്നും ഒരു പൂർണ്ണമായൊരു വിടുതൽ ആശ്വാസവും കിട്ടുവാൻ കഴിഞ്ഞില്ല.
അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് അനേക ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അവർ പറഞ്ഞതുപോലെ കോഴിയെ കൊണ്ടുകൊടുത്ത് നേർച്ചകൾ നടത്തി അതിനെ കൊന്ന് അതിന്റെ കാര്യാധിക ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ പൈശാചി ശക്തിയിൽ വിട്ടുപോകുന്നില്ല. ഇത് കുടിച്ചിട്ട് മന്ത്രങ്ങൾ പറയുകയും പിശാചി വെളിപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ കരുണയാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലെ ദേവദാസൻ കടന്നു വന്നിട്ട് ഞങ്ങളോട് പറയുവാനിടയായിത്തീർന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുവാൻ കടന്നു ചെല്ലുവാനായി ക്ഷണിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ കരുണയാല് ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത യേശു കർത്താവ് എന്റെ പേർ ചൊല്ലി വിളിച്ചിരുന്നത് കൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണയിൽ എവിടെ കൊണ്ടുപോയി വിടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ കടന്നു വരാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു എന്റെ ഭർത്താവ്. അങ്ങനെ ഈ പെന്തക്കോസ്റ്റ് ചർച്ചിലും കടന്നു പോകാനിടയായി. ദൈവത്തിന്റെ കരുണയാൽ അനേക നാളത്തെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അനേക പൈശാചി ശക്തിയെ വെളിപ്പെട്ട് മാറുന്നത് കാണുവാനിടയായിത്തീരും. നാം ചിന്തിക്കും, സാധാരണ മദ്യപിക്കുന്ന ആൾക്കാർ അവർ സ്വയമായിട്ട് പണം കൊണ്ടോ അവരുടെ അഹങ്കാരം കൊണ്ടോ ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും മനസ്സുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുമാറുകയും ആ വ്യക്തി സ്വബോധമുള്ള വ്യക്തിയായി തീരുവാനും ഇടയായിത്തീരുന്നു. എന്റെ അനുഭവത്തിലൂടെ കർത്താവ് എനിക്ക് അതിനെ പഠിപ്പിച്ച അനുഭവമാണ്. സ്തോത്രം. വർഷങ്ങളോളം അനേക പൈശാചിക ശക്തി ആരാധന മുടങ്ങാതെ തുടർച്ചയായി ആരാധന വന്നുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല. എന്നാൽ ആരാധന മുടങ്ങുമ്പോൾ മാറിപ്പോയ പിശാചുക്കൾ 7 വീതം തിരിച്ചു കയറുകയും വീണ്ടും അധികമായി മദ്യത്തിന് അടിമയായി പിശാചിനെ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന അവസ്ഥയായിരുന്നു. ഇങ്ങനെ വർഷങ്ങളോളം ദൈവത്തിന്റെ കരുണയാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ സമയമായപ്പോൾ ദൈവം ആ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വരുത്തി. ഇന്ന് ഹല്ലേലൂയ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലെ ദൈവദാസനാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തുവാനിടയായി. 2 ചർച്ച് പണിയുവാനും അവിടെ ദേവദാസനായി ഇരിക്കുവാനും 3 വർഷവും 2 വർഷവും ഹല്ലേലൂയ സഭ നടത്തുവാനും ദൈവം സഹായിച്ചു. സകല മഹത്വം എന്റെ കർത്താവിന് മാത്രം. അതുകൊണ്ട് ഇന്നാളുകളിൽ ഫോണിലൂടെ ആയാലും നമ്മുടെ അടുത്ത് വന്നിട്ടായാലും മദ്യപാനികളായിരിക്കുന്ന വ്യക്തികൾ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി യേശുവിന്റെ രക്തം പറഞ്ഞ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിനകത്ത് പിശാച് അവകാശം പറയുന്നതായ ഹല്ലേലൂയ പിശാചിന്റെ അവകാശങ്ങൾ ശബ്ദിച്ചോ വയറിളകി പുറത്തു പോവുകയും അങ്ങനെയുള്ള വ്യക്തികൾ പൂർണ്ണ സൗഖ്യവും വിടുതൽ ആശ്വാസവും പ്രാപിച്ച് ആ മദ്യപാന പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാൻ സ്വർഗത്തിന് ദൈവം സഹായിച്ചു. നമ്മെ ഈ കഷ്ടതകളിലൂടെ ദൈവം കടത്തിവിടുന്നത് ഇതേ അവസ്ഥയിലൂടെ വരുന്നതായ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിനും അവരോട് ഈ അനുഭവങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഇന്ന് എനിക്കത് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ പൊന്നാം മാത്രം മഹത്വപ്പെടുമാറട്ടെ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, അപ്രകാരം ദൈവരാജ്യം നാം അവകാശമാക്കണം എങ്കിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തെ കടക്കാനായിട്ട് കഴിയുകയില്ല. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 1:15 വാക്യത്തിൽ നാം പഠിക്കുന്നത് പോലെ പ്രകാരമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മദ്യപാന പിശാചിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപം ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താലും നഗരത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, യേശുവിന്റെ മകളായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയ സ്നേഹിത, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയിത്തീർന്നാലും അത് ഹല്ലേലൂയ പഞ്ഞി പോലെ ആക്കി തീർക്കുന്ന ആ യേശുവിന്റെ സ്നേഹം ഇന്നാളുകളിൽ രുചിച്ചറിയുക. ഹല്ലേലൂയ, ആമേൻ. മദ്യപിച്ച് പാപ ജീവിതത്തിന് ഒരു പിശാച് കയറി കഴിയുമ്പോൾ, ഇപ്പൊ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മദ്യപാന പിശാച് ആദ്യം കയറുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായ പൈശാചിക ശക്തികൾ കയറുന്നു, പിന്നെ അടുത്ത നിരാശയുടെ ആത്മാവ് കയറുന്നു. ഇങ്ങനെ ഒരു പിശാച് കയറി ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഹല്ലേലൂയ അവകാശമാക്കി കഴിഞ്ഞാൽ ഇതിന്റെ കൂട്ടുകാരായ മറ്റു പിശാചുക്കളെ കൂടെ കൊണ്ടുവരുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ സ്ഥിതി ആദ്യത്തെക്കാളും വളരെയധികം കഷ്ടമായി തീരുന്നു. ഹല്ലേലൂയ. ആയതിനാൽ ഈ പൈശാചിക ശക്തികളെ മാറ്റണമെങ്കിൽ മന്ത്രങ്ങൾ കൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ആമേൻ.
പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത് എന്ന ദൈവത്തിന്റെ വചനം പോലെ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ മാത്രമേ പൈശാചിക ശക്തികൾ പുറത്തു പോകുകയുള്ളൂ. നിങ്ങൾ സ്വയമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണമേ എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം നാം പഠിക്കും പോലെ യേശു നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും യേശുവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യേശു ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതുവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ നമ്മെ വിട്ടുമാറുകയും. ഹല്ലേലൂയ. പിശാച് ഭരിക്കുന്നത് പിശാച് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും അത്രേ വരുന്നത്. എന്നാൽ യേശു വരുന്ന ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ, നിത്യജീവൻ തരുവാനായിട്ടാണ് യേശു കടന്നു വരുന്നത്. ഹല്ലേലൂയ. പിശാച് ബാധിച്ചിരിക്കുന്ന വ്യക്തികൾ പറയുന്നത് സംസാരിക്കുന്നത് എല്ലാം നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും. അവർക്ക് പിന്നെ പ്രത്യാശയ്ക്ക് വകയില്ലാതെയായി തീരുന്നു. ഹല്ലേലൂയ. എപ്പോഴും ഹല്ലേലൂയ, എന്നെ ആരും സ്നേഹിക്കാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്തിന് ജീവിക്കുന്നു, ഇങ്ങനെയുള്ള നിരാശയുടെ വാക്കുകൾ മാത്രം പറയുന്നതായ പൈശാചിക ശക്തികൾ ഇതിൽ വ്യാപരിക്കുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. പിന്നെ അവർക്ക് ആത്മഹത്യ പ്രേരണയുടെ പൈശാചിക ശക്തികൾ അവരിലേക്ക് കടക്കുന്നു. എങ്ങനെ ആത്മഹത്യ ചെയ്ത് ഹല്ലേലൂയ ഈ വ്യക്തിയുടെ ആത്മാവിനെ നിത്യ നരകത്തിൽ കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിശാച് കടന്നു വരുന്നത്. എന്നാൽ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, യേശു വന്നാൽ എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായത് എന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന ദൈവമായി ജീവിക്കുന്നു എന്ന് ഹല്ലേലൂയ നിത്യരക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും പൈശാചിക ശക്തിയിൽ വിട്ടുമാറുവാൻ ഇതൊരു ദൈവദാസനായി കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. സകല മഹത്വവും എന്റെ യേശു കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. ആമേൻ. എന്റെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ഞാൻ ഈ പെന്തക്കോസ്ത് ചർച്ചിൽ കടന്നു പോകാനൊക്കെ ദൈവം അവസരം ഒരുക്കി. ഏകദേശം 2 വർഷത്തോളം എന്ത് അസുഖം വന്നാലും ആശുപത്രി പോകൂല. എനിക്കോ 2 മക്കൾക്ക് എന്ത് അസുഖം വന്നാലും ചർച്ചിൽ പോകും, പാസ്റ്ററായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ചർച്ചിനകത്ത് കിടക്കും. എത്ര പനിയായിട്ട് പോയാലും വൈകിട്ട് അവിടെ നിന്ന് തന്നെ യേശുവിന്റെ രക്തം പറഞ്ഞ് പാസ്റ്റർ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചിട്ട് അത് തലയിൽ തേച്ച് അവിടുത്തെ പള്ളിക്കിണറ്റിൽ നിന്ന് കുളിച്ച് സൗഖ്യത്തോടെ വരും. അങ്ങനെയായിരുന്നു എന്റെ ഒരു യേശുപ്പ എനിക്ക് അത്രയും അത്ഭുത അതിശയം എന്റെ ജീവിതത്തിൽ ചെയ്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരിക്കൽ എന്റെ കാൽപാദത്തില് ഒരു ചെറിയൊരു മുറിവുണ്ടായി. റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു ചുള്ളി കൊണ്ട് കാല് മുറിഞ്ഞതാണ്, ചെറിയൊരു തൊലി ഇളകിയത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ കാൽപാദം മൊത്തത്തില് പൂരി പോലെ പൊള്ളി വരുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് ഞാൻ ആശുപത്രി പോകാൻ വേണ്ടി എന്റെ ഹസ്ബൻഡ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ് ഇല്ല, എനിക്ക് യേശുപ്പ സൗഖ്യം തരുമെന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോകാതെ ഞാൻ ഈ ചർച്ചിൽ പോകാനും പ്രാർത്ഥിച്ചിട്ട് ആശുപത്രി കിടക്കുന്നത് പോലെ ഇനി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. കാല് മൊത്തത്തിൽ അത് പൂരി പോലെ പൊള്ളി, തൊലിയെല്ലാം ഇളകി, കാൽപാദം ഒഴുക്കെ, അങ്ങനത്തെ ഒരവസ്ഥയില്. എന്നാൽ ഇത് സംഭവിക്കുന്നതിനും 2 വർഷം മുന്നേ ആദ്യമായി ഞങ്ങൾ പെന്തക്കോസ്ത് ചർച്ചിൽ പോയി തുടങ്ങിയ സമയത്ത് ആ ചർച്ചിലെ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നിട്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് യേശുവിന്റെ രക്തം പറഞ്ഞ് വെള്ളം പ്രാർത്ഥിച്ച് തളിച്ച സമയത്ത് അടുക്കളയുടെ ഭാഗത്ത് വന്നപ്പോ ദേവദാസം പറയുവാൻ ഇടയായി തീർന്നു, ഈ വീട്ടിൽ താമസിക്കുന്നവർ തലയ്ക്ക് സുഖമില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷുദ്രപ്രയോഗം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കാൻ വരികയാണെങ്കിൽ ദൈവം നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് വിടിവിക്കുമെന്ന് പറയുവാനിടയായിട്ട്. അന്ന് അത്രയും ഗൗരവമായിട്ട് അത് മനസ്സിലാക്കാനോ ഗ്രഹിക്കുവാനോ അന്നത്തെ അവസ്ഥയിൽ കഴിഞ്ഞില്ല. എന്നാൽ ഈ കാല് സുഖമില്ലാതെ ഈ ചർച്ചിൽ പോയ സമയത്ത്, ചർച്ചിൽ ദൈവദാസം ഇല്ലാത്തതായ സമയത്ത് അവിടുത്തെ സ്ത്രീകളെല്ലാവരും, പാസ്റ്റർ ഭാര്യയും കുറച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ട്. എന്നെ നടുക്കിരുത്തിയിട്ട് ചുറ്റിനിരുന്ന് ഈ സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിൽ ഒരു സഹോദരി എന്റെ തലയിൽ ഇങ്ങനെ ഉച്ചിയുടെ ഭാഗത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, തലയ്ക്ക് സുഖമില്ലാതെ പോകാൻ വേണ്ടി ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനക്കെട്ട് അഴിയട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയത്ത് ഞാൻ കാണുന്നത് എന്ത് സത്യമുണ്ട് ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞത് എന്റെ അനുഭവമാണിത്. ഒരു പുസ്തകത്തിൽ വായിച്ച കഥയല്ല, ഒരാൾ പറഞ്ഞു കേട്ട കഥയല്ല, എന്റെ അനുഭവമാണിത്. എന്നാൽ ഞാൻ കാണുന്ന ഈ തലയുടെ ഈ ഉച്ചിയുടെ ഭാഗത്ത് നിന്ന് ഒരു അടപ്പ് പാത്രം, ഒരു തൂക്കുപാത്രത്തിന്റെ അടപ്പിളക്കി മാറ്റുന്നത് പോലെ കാണും, ഇങ്ങനെ പുക പോലെ വരുന്നതായിട്ട് തോന്നി. എന്നാൽ ആ സമയത്ത് എന്റെ സ്വബോധം നഷ്ടപ്പെടുകയും ഞാൻ ഇപ്പോ ഒരു നൈറ്റി ഇട്ടിട്ട് തലയിൽ ഷോൾ ഇട്ടാണ്, കാല് വയ്യാത്തത് കൊണ്ട് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ നൈറ്റ് 2ആയിട്ട് വലിച്ച് കീറിയത് മാത്രമേ എനിക്കറിയാം. അതോടുകൂടെ എന്റെ സ്വബോധം നഷ്ടപ്പെടുകയും 3 ദിവസത്തോളം ചർച്ചിൽ പിടിച്ച് ചർച്ചിലെ ജനലില് വയറിൽ കൂടെ സാരി കെട്ടി
അങ്ങനെ കെട്ടിയിടുവാൻ, സുബോധം നഷ്ടപ്പെട്ട് കെട്ടിയിടുവാനിടയായിട്ട്. ഇത് വെറും അസ്ഥി മാത്രമുണ്ട്, എല്ലും തോലുമായിട്ട്. ഇന്ന് കാണുന്ന ഈ ശരീരമൊന്നും അന്നില്ലായിരുന്നു. വെറും ഭ്രാന്തിയായി കെട്ടിയിട്ടൊരവസ്ഥയാണ്. പിന്നെ സുബോധം ഇല്ലാതെ പിന്നെ എന്റെ വീട്ടില് ആൾക്കാരൊക്കെ പോയി അറിയിച്ച് പപ്പയും അമ്മയൊക്കെ കൂടെ വന്നിട്ട്, അപ്പോ നാട്ടുകാരെല്ലാരും കൂടെ ചർച്ച തീയിടാനായിട്ട് തുടങ്ങി. കൊച്ചു തലയ്ക്ക് സുഖമില്ലാതെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നല്ലാന്ന് പറഞ്ഞ് പാസ്റ്റർക്കെതിരെ അടിക്കാനും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നാട്ടുകാരെല്ലാം അങ്ങ് ഭയങ്കര പ്രശ്നമായി വന്നു. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊന്ന് ബലാത്കാരമായിട്ട് എന്നെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നത്. അങ്ങനെ പോയ വഴിക്കുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിലും അവരെടുത്തില്ല. കാല് മുഴുക്ക, കാൽപാദത്തിന്റെ തൊലി മൊത്തത്തിലില്ലാതെ ശരിക്ക് അവിടെ ചർച്ചിലാകുമെന്ന് പറയുമ്പോ പണ്ട് കാലത്ത് ഏകദേശം 10-40 വർഷത്തിന് മുന്നേയൊക്കെ ചാണകമൊഴുകിയ തറയായിരുന്നു. അങ്ങനെ സെപ്റ്റിക് ആയതോ എന്തോ, കാല് മുഴുക്ക വൃണമായിട്ട് മണിക്കട ഈച്ചയൊക്കെ പൊത്തിയിരിക്കുന്ന, ഒരു തുണി വെച്ച് കെട്ടിയിരിക്കണമെങ്കിലും അതിലെല്ലാം ചലമായിട്ട് ഈച്ചകൾ പൊമ്മിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതൊന്നും പിന്നീട് എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അന്നൊന്നും ഞാൻ അറിയുന്നില്ല, ബോധമില്ലാത്ത അവസ്ഥയിൽ ഞാൻ മെഡിക്കൽ കോളേജില് കൊണ്ട് എന്നെ കെട്ടിയിടുവാനിടയായിട്ട് കൈയും കാലും കെട്ടിയിട്ട് മൂക്കിലൂടെ ട്യൂബിട്ട് ബിസ്ക്കറ്റും പാലും കൂടെ കലക്കി ഒഴിച്ചു തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി ഞാൻ ഉൾക്കൊണ്ടിരുന്ന പെന്തക്കോസ്ത് ചർച്ചിലെ പാസ്റ്റർ സഭയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കരുണയാൽ ആ ദൈവദാസന്റെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം എനിക്ക് സൗഖ്യം തന്നത്. എന്നാൽ മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞത് ഭർത്താവിന്റെ മദ്യപാനം കാരണം അവർക്ക് അവരുടെ ഹൃദയത്തിനകത്ത് ഈ ഭാരങ്ങൾ താങ്ങാൻ പറ്റാതെ അത് നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയതാണ്. ഇനി സ്വബോധം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. സ്വബോധം തിരിച്ചു കിട്ടിയാൽ ഇനി ഓർമ്മശക്തി ശരിയായ രീതിയിൽ കാണാൻ സാധ്യതയില്ല എന്ന് മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ ജീവിക്കുന്ന ദൈവമായ യേശു എന്ന രക്ഷകൻ, അലലിയ, ദേശത്ത് അലലിയ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ യേശു ശിഷ്യന്മാര് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കടലിലൂടെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്ന് പടക് മുങ്ങുമാറാക്കിയ അവസ്ഥയിലായിരുന്നെങ്കിലും യേശു എഴുന്നേറ്റ് അലലിയ, ശിഷ്യന്മാർ വിളിക്കുന്നു, അതാ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയിട്ട് അലലിയ, അമേൻ, അവർ അക്കരെ ഗദരദേശത്തേക്ക് എത്തിയപ്പോൾ അവിടെ ലഗ്യോൻ ബാധിച്ചതായ, സ്വബോധം നഷ്ടപ്പെട്ട് അലലിയ, തന്നെ താൻ ചതച്ച് കല്ലറകളിൽ പാർത്തുകൊണ്ടിരുന്നതായ ഒരു മനുഷ്യനെ അവന്റെ ആ ഭൂതങ്ങളിൽ നിന്ന് വിടുവിച്ച് സ്വബോധമുള്ളവനാക്കി മാറ്റുവാനാണ് യേശു കർത്താവ് അക്കരെ ഗദരദേശത്തേക്ക് എത്തിയത്. അലലിയ, അങ്ങനെ യേശു കടന്നു ചെന്ന് ആ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഏകദേശം 6000 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ മനുഷ്യന്റെ അവസ്ഥ എന്ത് കഷ്ടമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ സുബോധം വന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് യേശു പോകാൻ നിന്നപ്പോ യേശുവിന്റെ കൂടെ പോകാൻ ചോദിച്ചപ്പോ, ഞാനിവിടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയി അലലിയ, യേശു നിനക്ക് ചെയ്തത് സാക്ഷിക്കുക, എന്റെ ദേശത്ത് കടന്നുപോയി അവിടെ സാക്ഷിയാകുവാൻ പറഞ്ഞു. അലലിയ, അതുപോലെയാണ് ഇന്ന് ഞാനും അലലിയ, യേശു എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ സാക്ഷ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ ഇടയായി പോകുന്നു. സകല മഹത്വം എന്റെ കർത്താവിന് മാത്രം. അലലിയ, അതുകൊണ്ട് ഇന്ന് ധൈര്യമായി മാനസിക രോഗികൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ യേശുവിന്റെ രക്തം പറഞ്ഞവർക്ക് അലലിയ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി എന്ന് പറയുമ്പോൾ ആ പൈശാചി ശക്തിയിൽ വിട്ടുമാറുന്നതും അവർ സുബോധം പ്രാപിക്കുന്നതും കാണുവാനിടയായിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിന്റെ മുകളില് പ്രേയർ ടവറാണ്. എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് 5:30 മണി വരെ എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഹല്ലേലൂയ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിനെ അറിയിച്ച് ദേശത്തിലെ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായ ഒരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നമ്മുടെ ദേശത്ത് ഇതേപോലെ ഒരു പൈശാചിക ശക്തിയാൽ മാനസിക രോഗിയായിരിക്കുന്ന ഒരു സഹോദരൻ അലറി വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇങ്ങനെ വീട്ടിന്റെ ആ ഗേറ്റ് തുറന്ന് വന്നിട്ട് മുകളിൽ പ്രാർത്ഥന നടക്കുന്നു. അപ്പൊ ഞാൻ താഴെ ആയിരിക്കുന്ന സമയത്ത് വന്നിട്ട് പറയുവാൻ, എനിക്ക് ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് നിൽക്കാൻ പറ്റാതെ എന്നെ ആരോ അടിച്ചു കൊണ്ടുവരുന്നത് പോലെ ഞാൻ ഓടി ഇവിടെ വന്നതാണ്. എനിക്കൊരു സമാധാന സ്വസ്ഥതയില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇത്തിരി കുറച്ച് വെള്ളം പ്രാർത്ഥിച്ചു തരുമോ, അത് കുടിക്കുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും, എന്റെ മനസ്സിലിരുന്ന് ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞ് ആ സഹോദരൻ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനിടയായിട്ട്
യേശുവിന്റെ രക്തത്താൽ കഴുകണേ ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു കൊടുത്ത് ഹല്ലേലൂയ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വെള്ള യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ അത് കുടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോവുകയും ഹല്ലേലൂയ ഇപ്പൊ ഞങ്ങളുടെ ദേശത്ത് ആ വ്യക്തി സന്തോഷവും സൗഖ്യവും സമാധാനമുള്ള വ്യക്തിയായി കാണപ്പെടുവാനിടയായി. സകല മഹത്വം എന്റെ കർത്താവിന് മാത്രം. ഹല്ലേലൂയ അമ്മയെ ഏതവസ്ഥയിലൂടെ കർത്താവ് കടത്തിവിട്ടാലും ആ അവസ്ഥകളിൽ നിന്നൊക്കെ കർത്താവ് നമുക്ക് ട്രെയിനിങ് തന്ന് ഇതേ അവസ്ഥയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശ്വാസം പറയുവാനുമാണ് എന്ന് എന്റെ ജീവിത അനുഭവത്തിലൂടെ കർത്താവ് എന്നെ പഠിപ്പിക്കുവാനിടയായിരുന്നു. സകല മഹത്വം എന്റെ കർത്താവിന് മാത്രം. സ്തോത്രം. അതിനെ തുടർന്ന് ഹല്ലേലൂയ ആമേൻ തുടർന്ന് ദൈവത്തെ ആരാധിപ്പാനൊക്കെ ദൈവം അവസരമൊരുക്കി. എന്റെ കുടുംബത്തിൽ, എന്റെ ഭർത്താവിന്റെ കുടുംബത്തിലായാലും എന്റെ കുടുംബത്തിൽ നോക്കിയാൽ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ആരും അന്നില്ല. എന്റെ മാതാവ് മാത്രം ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാനിടയായിട്ട്. മാതാവ് സ്നാനപ്പെട്ട ആ ദിവസത്തിൽ എനിക്ക് കടന്നു പോകാൻ ആ സ്നാനക്കടവിൽ വെച്ച് ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനങ്ങൾ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ അറിയാതെ ഞാൻ കരയുവാനിടയായിട്ട് ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടേക്ക് കടന്നു പോകും? നിത്യജീവനിൽ കടന്നു പോകുമോ, നിത്യ നരകത്തിൽ കടന്നു പോകുമോ എന്ന് ആ ദൈവദാസൻ ചോദിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ അത് കുത്തുകൊള്ളുകയും കർത്താവേ ഞാനൊരു പാപിയാണ്, ഹല്ലേലൂയ ഞാൻ ഇന്ന് മരിച്ച നരകത്തിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ മനസ്സിനകത്ത് ഒരു വല്ലാത്തൊരു കുലുക്കം ഉണ്ടാകുവാനിടയായിരുന്നു. അതിനുശേഷമാണ്, നാളുകൾക്ക് ശേഷമാണ് ഈ പെന്തക്കോസ്തിലോട്ട് എനിക്ക് വരുവാനൊരു ഭാഗ്യം കർത്താവ് തന്നത്. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ സ്നാനത്തിലുണ്ടായതായ ആ ദൈവവചനങ്ങൾ എന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനിടയായി തീർന്നതാണ്. അങ്ങനെ ഈ പെന്തക്കോസ്ത് ചർച്ചയിൽ കടന്നു വരുവാനും തുടർന്ന് ദൈവത്തെ ആരാധിപ്പാനിടയായി തീർന്നു. ചില നാളുകൾക്ക് ശേഷം പെന്തക്കോസ്ത് ചർച്ചിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഗസ്റ്റായിട്ട് കടന്നു വന്നിട്ട് എന്റെ തലയിൽ തൊട്ടിട്ട് പറയുവാനിടയായി തീർന്നു, കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണെന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. ഈ പകൽക്കാലം നിന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ മാനസാന്തരത്തിന്റെ പകൽക്കാലമായി തീരുമെന്ന് ദൈവദാസൻ എനിക്ക് വേണ്ടി ദൂത് പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചു, യേശുവേ എന്റെ ജീവിതത്തിലെ സകല പാപവും ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്റെ പുറമേയുള്ള കണ്ണുകൾ അടച്ചിരിക്കുന്നു. ആ സമയത്ത് ഞാൻ എന്റെ ഉൾക്കണ്ണ് കൊണ്ട് കാണുന്നത് ഹല്ലേലൂയ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ കൂട്ടുകാരിയോടൊരു കള്ളം പറഞ്ഞതായൊരു സംഭവം. ഹല്ലേലൂയ പണ്ടൊക്കെ ഇങ്ങനെ ഫിലിം പ്രദർശനം നടത്തുമ്പോൾ ഒരു വെള്ള പൊടി കൊണ്ടുള്ള ഒരു സ്ക്രീൻ കെട്ടിയിട്ടാണ് അതിൽ ഫിലിം പ്രദർശനങ്ങൾ നടത്തുന്നത്. ഇതുപോലെ ഒരു വെള്ള സ്ക്രീൻ കാണുകയും ഞാൻ ചെറിയ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഹല്ലേലൂയ എന്റെ കൂട്ടുകാരിയുടെ ഒരു ചുവപ്പ് കല്ലുള്ള ഒരു മാല വാങ്ങി ഹല്ലേലൂയ ഇടുകയും എന്നാൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് കഴിയുമ്പോൾ മാല പൊട്ടിപ്പോകാനിടയായിട്ടുണ്ട്. തിരിച്ച് ആ കങ്കൂസ് കെട്ടണമെങ്കിൽ 2-3 കല്ലകൾ മാറ്റിയാലേ കെട്ടിയിടാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ അങ്ങനെ മാല തിരിച്ച് കെട്ടിയിട്ട് ആ മുത്തുകൾ മാറ്റിയിട്ടിട്ട് വന്നപ്പോ ആ കൂട്ടുകാരിക്ക് കണ്ടപ്പോൾ മാലയുടെ ഇറക്കം കുറഞ്ഞിരിക്കുന്ന ഒരു മാല പൊട്ടിയിരിക്കുന്നുവെന്ന്. ആ സമയത്ത് മാല പൊട്ടിയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇല്ല എന്ന് കള്ളം പറഞ്ഞു. മാല പൊട്ടിയതാണെന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞിട്ട് അടി വാങ്ങിത്തരും. അതുകൊണ്ട് പേടിച്ചിട്ട് അന്ന് കള്ളം പറഞ്ഞത്. അപ്പൊ നാം ജനിക്കുമ്പോ തൊട്ട് മരിക്കുന്നത് വരെ ചെയ്യുന്ന സകല പ്രവൃത്തികളും എഴുതുന്നതായ പുസ്തക സ്വർഗത്തിലുണ്ട്. ഓർമ്മയുടെ പുസ്തകം ലേറിയ നാം നല്ലതാകലും തീയതാകലും പറയുന്നതും ചെയ്യുന്നതും സകല കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട്. നമ്മൾ മറന്നുപോകും. ഹല്ലേലൂയ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള സംഭവമാണ്. ഏകദേശം 30-32 വയസ്സായപ്പോഴത്തേക്കാണ് എനിക്ക് ഈ സംഭവം കർത്താവ് കാണിച്ചു തരാം. ഞാനിതൊക്കെ അങ്ങ് മറന്നുപോയതാണെങ്കിലും അപ്പോഴാ സ്ക്രീനിൽ കണ്ടപ്പോൾ അന്ന് 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയി രംഗം കാണുന്നു. കൂട്ടുകാരിയുടെ മാല വാങ്ങിക്കുന്ന അതേ രീതിയിൽ കർത്താവ് കാണിച്ചു തരികയാണ്. എന്നാൽ അത് കണ്ടപ്പോൾ ഞാൻ യേശുവിനോട് ക്ഷമ ചോദിക്കുകയും കർത്താവേ എന്റെ അറിവില്ലായ്മ കൊണ്ട് കള്ളം പറഞ്ഞതാണ്, യേശുപ്പാ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് കരഞ്ഞ് കുറെ സമയം പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ക്രീൻ വെള്ള നിറമായി തീരുവാനിടയായിരുന്നു. അതിനുശേഷം കുറച്ചുകൂടെ നാളുകൾക്ക് ശേഷം ഹല്ലേലൂയ ഒന്നൊന്നായിട്ട് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ലാത്തത് കൈകൊണ്ട് ചെയ്ത് കണ്ണുകൊണ്ട് ചെയ്തിട്ടുള്ളത് ഹല്ലേലൂയ ചിന്തിച്ചു പോയത് വരെയും കർത്താവ് ഒന്നൊന്നായി കാണിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അന്ന് രാവിലെ ഞാൻ എന്റെ കർത്താവും തമ്മിലുള്ള സംസാരത്തിൽ തെറ്റായി വന്ന വാക്കുകൾ പോലും കർത്താവ് കാണിക്കുവാനിടയായി. അപ്പാ ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താലെന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് യാചിച്ചപ്പോൾ കർത്താവ് അത് ക്ഷമിച്ച്. ഹല്ലേലൂയ അപ്പൊ അത് ആ സ്ക്രീൻ അങ്ങ് വെള്ള നിറമായി തീരുവാൻ. ഈ സമയത്ത് ഞാൻ കാണുന്നു സ്വർഗത്തിൽ നിന്ന് ഒരു പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും അതുവരെയും കരിങ്കല്ല് പോലെ
കല്ലായുള്ള ഹൃദയമായിരുന്നു. ഹല്ലേലൂയ. പാപത്താൽ നിറയപ്പെട്ട് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെട്ട് ആത്മഹത്യാ പ്രേരണ മാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാന്. ഹല്ലേലൂയ. എന്നാൽ ഈ പാപങ്ങൾ യേശുവിന്റെ അടുത്ത് പറഞ്ഞു യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ചപ്പോൾ യേശുപ്പൻ എന്നോട് മനസ്സല്ലേ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് കടന്നു വന്നപ്പോൾ അതുവരെ അനുഭവിക്കാത്തതായ ഒരിക്കൽ സ്വർഗീയ സമാധാനം എന്റെ ഹൃദയത്തെ കരിങ്കല്ല് പോലെ ഇരുന്ന ആ ഹൃദയത്തിന്റെ പാപങ്ങളും ഭാരങ്ങളും പിശാചിനെ കർത്താവ് ഇറക്കി വിട്ടിട്ട് യേശുപ്പൻ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനിടയായിരുന്നു. ഒരു പഞ്ഞി പോലെ ഞാൻ ആകാശത്തോലോ ഭൂമിയിലോ അല്ലാതെ പറന്നു നടക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഈ പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരുണയാൽ അന്ന് ലഭിച്ചതായ ആ സ്വർഗീയ സമാധാനം ഇന്നുവരെയും കർത്താവ് നിലനിർത്തുന്നു. സകല മഹത്വം എന്റെ യേശുപ്പന് മാത്രം. അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മരണത്തിന്റെ താഴ്വരകളും ഒക്കെയും വന്നിട്ടുണ്ടെങ്കിൽ ഈ യേശുപ്പൻ തന്ന സമാധാനം ഇതുവരെയും നഷ്ടപ്പെടുത്താതെ എന്റെ യേശുപ്പ എനിക്ക് തന്നു. യേശു പറഞ്ഞല്ലോ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല എന്നല്ല ചെയ്ത ആ യേശുവിന്റെ സമാധാനം എന്നിലേക്ക് കടന്നു വന്നപ്പോൾ സ്വർഗീയമായൊരു സന്തോഷം അനുഭവിപ്പാനിടയായിത്തീർന്നു. ഇന്നത്തെ ഇതിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നു എന്ന് ദേവദാസൻ എന്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച സമയത്ത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് വന്നത് കൊണ്ടാണ് എനിക്കൊരു പാപബോധമുണ്ടായത് എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. സകല മഹത്വം എന്റെ കർത്താവിന് മാത്രം. സ്തോത്രം. അങ്ങനെ അതിനുശേഷമായി ചില നാളുകൾക്ക് ശേഷം ചർച്ചിൽ നിന്ന് സ്നാനത്തിനായി ആൾക്കാരെ കൊണ്ടുപോകാനിടയായി തീർന്നു. എന്നെയും ഹല്ലേലൂയ ദേവദാസനോട് ചോദിച്ചപ്പോഴും എനിക്ക് പോകാനുള്ളൊരു അവസരം കിട്ടി. ആ സ്നാനത്തിന്റെ കടവിൽ ചെന്ന് നിന്നിട്ട് ദേവദാസൻ പറഞ്ഞു, സ്നാനക്കടവ് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നതിനും വിശുദ്ധ ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ കാണുന്നത് ഒരു കുളം കിടക്കുന്നു, അതിൽ പച്ച വെള്ളത്തിന് പകരം രക്തം കിടക്കുകയും അതിന്റെ ചുറ്റിലും ഒരു നേഴ്സറി പരുവത്തിലുള്ള ഹല്ലേലൂയ ദൂതന്മാർ കൈയോട് കൈ കോർത്ത് ചിറകുകൾ വിടർത്തി ആ കുളത്തിന് ചുറ്റുമായി നിൽക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച യേശുവിന്റെ രക്തത്തെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, വിശുദ്ധ ദൂതങ്ങൾ കാവൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു അതുപോലെ ചെയ്തു എന്ന് കാണിച്ചു തരുവാനിടയായിത്തീർന്നു. യേശുപ്പന്റെ മകൻ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരുന്നത്. നമ്മുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അതുപോലെ ചെയ്യുന്നു എന്നുള്ളതിന്റെ അനുഭവത്തിലൂടെ കർത്താവ് എനിക്ക് കാണിച്ചു തരുവാനിടയായിട്ടുണ്ട്. സകല മഹത്വം എന്റെ കർത്താവിന് മാത്രം. സ്തോത്രം. യേശുപ്പന്റെ മകൻ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. ഇത്രത്തോളം നമ്മെ സ്നേഹിപ്പാൻ യേശുപ്പന്റെ മകൻ സ്നേഹം ഒന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷമായി വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്ത് ഹല്ലേലൂയ ദൈവദാസനെ സ്നാനപ്പെടുത്തിയിട്ട് ഞാൻ ഉയർന്നു വരുന്ന സമയത്ത് പുറമേയുള്ള കണ്ണുകൾ അടച്ചിരിക്കുന്നെങ്കിൽ എന്റെ ഉൾക്കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന വലിയൊരു ഗ്രൗണ്ട് കാണി. ആ ഗ്രൗണ്ടില് നടുക്കായിട്ട് അനേക മേശകൾ നിരത്തി വെച്ചിരിക്കുകയും അനേക പുസ്തകങ്ങൾ തുറന്നു വെച്ചിരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആ മേശയുടെ അരികിലായിട്ട് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ മാറത്ത് പൊൻകച്ച കെട്ടി നിലവിളക്കുകളുടെ നടുവിൽ വസിക്കുന്നതായ ഹല്ലേലൂയ വെള്ളോട്ടിൽ സദൃശമുള്ള കാലുകളുള്ള പെരുവിളക്കിന്റെ ഇരച്ചിലുള്ളതായ ഹല്ലേലൂയ തലയും തലമുടിയും പഞ്ഞി പോലെ ഇരിക്കുന്ന ഹല്ലേലൂയ നല്ല പ്രായം ചെന്നതായ ഒരു അപ്പച്ചൻ അവിടെ നിന്ന് ഹല്ലേലൂയ ഒരു വലിയ പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെ പേരുകൾ എഴുതി വരുന്നു. അതിന്റെ അവസാനത്തിൽ എന്റെ പേര് എഴുതുന്നത് കാണുവാനിടയായി തീർന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത് ഏത് പുസ്തകത്തിലാണ് പേരെഴുതുന്നത് എന്നറിയുവാനായി അതിന്റെ ഹെഡിങ്ങിലേക്ക് നോക്കിയപ്പോൾ ജീവന്റെ പുസ്തകം എന്ന് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. പെട്ടെന്ന് ദൈവത്തിന്റെ വചനം എനിക്ക് ഓർമ്മ വന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു, ഇത് 2ാമത്തെ മരണം എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റു പറഞ്ഞപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് യേശുവിനോട് ചേരുവാൻ ഞാൻ സ്നാനപ്പെട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കർത്താവ് നിറച്ചപ്പോൾ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെന്ന് കർത്താവ് കാണിച്ചു തരുവാനിടയായിട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പലപ്പോഴും പല വ്യക്തികളോടും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗമുണ്ടോ നരകമുണ്ടോ ജീവപുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും, പ്രിയ സ്നേഹിത, യേശു ഒക്കെ എനിക്ക് കാണിച്ചു തന്നു ജീവപുസ്തകം ഉണ്ടെന്ന് എന്റെ പേര് എഴുതുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ള കാര്യം തന്നെയാണ് എന്ന് ധൈര്യത്തോടെ എനിക്ക് പറയുവാനായി കഴിയുന്നു. ഇത് നമ്മുടെ അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ പറയുവാനായി കഴിയുകയുള്ളൂ.
ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പൊരുനാമം മാത്രം മഹത്വപ്പെടുത്തി ഇന്നിങ്ങനെ ഒരു സാക്ഷ്യമായി കടന്നു വരുമ്പോൾ ഈ അനുഭവങ്ങൾ പറയണമെന്ന് ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ടാണ് കർത്താവ് അതൊക്കെ എനിക്ക് കാണിച്ചു തരുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊരുനാമം മാത്രം മഹത്വപ്പെടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം പഠിക്കും. യേശു നിക്കോദീമോസിനോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന്. അപ്പൊ പാപ യേശു പറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ സമയം നിങ്ങൾ മരിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് സ്വർഗരാജ്യം ദൂരെ നിന്ന് നോക്കി കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പള്ളിപ്രമാണിയായ നിക്കോദീമോസിനോട് യേശു പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്ത് കടക്കാൻ കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. ഇന്ന് പല വ്യക്തി ജീവിതങ്ങൾ, ഹല്ലേലൂയ, ആമേ, നാമധേയമായി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ഹല്ലേലൂയ, പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പലരും കല്യാണം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടഭാരം മാറാൻ വേണ്ടി സ്നാനപ്പെടാറുണ്ട്. എന്നാൽ 1-ാം ക്ലാസ്സായ മാനസാന്തരം ഇല്ല. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു വചനം ഹൃദയത്തിൽ കുത്തുകൊണ്ട് ജനം മാനസാന്തരപ്പെട്ടിട്ടാണ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റത്. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം അവരുടെ മേൽ വന്നു എന്ന് ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടു എങ്കിൽ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. 1-ാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം പഠിക്കുന്നത് പോലെ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം മാനസാന്തരപ്പെട്ട് യേശു എന്ന സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്രകാരം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തി വേണം അടുത്തതായി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ സ്നാനപ്പെട്ടിട്ട് നിൽക്കുന്ന അനേക വ്യക്തികളുണ്ട്. അനേക നാമധേയ കൂട്ടായ്മകളിൽ പോകുന്നവർ സ്നാനപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ നിൽക്കാനല്ല, അടുത്ത സ്റ്റെപ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അവിടെ നിൽക്കുന്നവരുണ്ട്. തുടർന്ന് ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കുന്ന ആത്മീയ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിൽ നാം മരിക്കുമ്പോൾ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. സഭാരാധന മുടങ്ങുന്നവൻ പാപം ചെയ്യുന്നവൻ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പൊ നാം സഭ ആരാധന മുടങ്ങിയാൽ പാപമാണ്. ഹല്ലേലൂയ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരവും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെതായ ദൈവദാസന്മാരും ദൈവമക്കളും അഭിഷേകത്തിൽ ആരാധിക്കുന്നവരോട് ചേർന്ന് മാത്രമേ നാമും ദൈവത്തെ ആരാധിക്കാവൂ. അല്ല, പൈശാചിക ശക്തികളാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തികളുടെ ഇടയിൽ പോയി ഈ സ്നാനപ്പെട്ട വ്യക്തി പോയി ഇരുന്ന് ആരാധിക്കുകയാണെങ്കിൽ അവരില് ഹല്ലേലൂയ ഉള്ള അഭിഷേകം കൊണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ. നമുക്ക് ആത്മീയ വർധനം വരണം. ദിനംതോറും ആത്മാവിൽ നാം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദിനംതോറും ആ പുതുക്കം പ്രാപിക്കണം. അല്ല എങ്കിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ നമ്മെ മൂടി പിശാചിക ഇഷ്ടം ചെയ്യുന്നവരായി നമ്മെ വലിച്ചു കൊണ്ടുപോകുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ആയതിനാൽ നീ കേൾക്കുന്ന പ്രിയരെ, പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞാൻ സ്നാനപ്പെട്ട് ഇപ്പോഴും പോകുന്ന പഴയ കൂട്ടായ്മയിൽ തന്നെ. അപ്പൊ യഥാർത്ഥമായി ദൈവാത്മാവിന്റെ ശക്തിയാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തിയാണ് പഴയ കൂട്ടായ്മയിൽ ഇരിക്കാൻ കഴിയുകയില്ല. ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന പുതിയ ദൈവജനത്തോട് ചേർന്ന് ആത്മാവിന് സത്യത്തിലും ആരാധിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ ദൈവാത്മാവ് നമ്മെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ദൈവാത്മാവ് ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അങ്ങനെയുള്ള വ്യക്തികളെ കേൾക്കുന്നെങ്കിൽ ധൈര്യമായി യേശുവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് തരണമേ. അപ്പൊ ആ പാപയെ തുറന്ന് ഉപേക്ഷിക്കാതെയാണ് സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. യേശുവേ എന്റെ പാപം ക്ഷമിക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപങ്ങളെ തുറന്ന് ഉപേക്ഷിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മരിക്കാതെ ദൈവം നമ്മെ ജീവനോടെ വച്ചിരിക്കുന്നത്. മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾ പൂർണ്ണമായി ഹല്ലേലൂയ ശുദ്ധീകരണം പ്രാപിച്ചാൽ അന്ന് നമ്മെ ദൈവം ഈ ലോകത്തുനിന്ന് നിത്യതയിലേക്ക് ചേർക്കും. ഹല്ലേലൂയ. അതുവരെയും നമ്മൾ പൂർണ്ണമായ മാനസാന്തരത്തിന് വേണ്ടി ദിനംതോറും നിമിഷം തോറും യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്രകാരം സ്നാനപ്പെട്ട് കർത്താവിനെ തുറന്ന ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിപ്പാനുള്ള മകൾ ഭാഗ്യ സ്വർഗത്തിലെ ദൈവം അടിയാളുടെ ജീവിതത്തിന് ദാനമായി തന്നു. അങ്ങയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
അതിനുശേഷം ചില നാളുകൾക്ക് ശേഷമായി ഒരു കാല് മുട്ടിൽ നീര് വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ 2 വർഷം മരുന്ന് കുടിക്കാതെ ആശുപത്രിയിലൊന്നും പോവാതെ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആ സമയത്തുള്ള കാര്യമാണ്. എന്റെ കാല് പൊട്ട് നീര് വരികയും അങ്ങനെ ആ സമയത്ത് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടക്കുകയായിരുന്നു. എന്നാൽ പുറമേയുള്ള കണ്ണ് ചെറുതായിട്ടൊന്ന് അടഞ്ഞു വന്ന സമയത്ത് ഞാനിങ്ങനെ കാണുന്നു പാമ്പിന്റെ 2 പല്ലുകൾ കാണുകയും അതിൽ നിന്ന് വിഷത്തുള്ളി വീഴുന്നത് കാണുവാനിടയായി തീർന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കാലുമുട്ടില് പാമ്പ് കടിച്ച് നീര് വന്നതാണെന്ന്. കർത്താവ് അത് കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയില്ലായിരുന്നു. തുടർന്ന് ആൾക്കാരെല്ലാരും കൂടെ ചേർന്ന് വിഷവൈദ്യന്റെ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറയുവാനിടയായിട്ടിരുന്നു കുറച്ച് സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി ഒന്ന് ഉറങ്ങിയിരുന്നുവെങ്കിൽ വിഷം തലയ്ക്ക് പിടിച്ചവർ മരിക്കുമായിരുന്നു. അലലിയ. ഇങ്ങനെ പിശാച് ഈ സാക്ഷ്യം പറയാതിരിക്കാതിരിക്കുക. അലലിയ. എന്റെ പ്രാണന നിത്യനരകത്തിൽ കൊണ്ടുപോകുന്നതിന് പലപ്പോഴും അലലിയ ശ്രമിച്ചപ്പോഴും എന്റെ യേശുപ്പൻ എന്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരുന്നത് കൊണ്ട് പിശാചിന്റെ ഇഷ്ടം നിറവേറാതെ എന്റെ യേശുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ നിലനിർത്തി. അലലിയ. സ്തോത്രം. ആമേൻ. ഇതുപോലെ പാമ്പ് കടിച്ച് എത്രയോ വ്യക്തികൾ അറിയാതെയും അറിഞ്ഞും അലലിയ അവർ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ എന്നെ ആ പാമ്പിന്റെ വിഷത്തിൽ നിന്നും എന്റെ കർത്താവ് എനിക്ക് ജീവൻ നൽകി. യേശുപ്പൻ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. അലലിയ. യേശുപ്പന്റെ കണ്ണിന് മറഞ്ഞൊന്നുമില്ല എന്നുള്ളത്. അലലിയ. അമ്മേ ആ ദൈവത്തിന്റെ മകൾ സ്നേഹത്തിന് നമ്മയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അലലിയ ചില നാളുകൾക്ക് ശേഷം ഇനി പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട്. എങ്കിലും അലലിയ സ്തോത്രം. തുടർന്ന് ദൈവത്തെ ആരാധിക്കാനും ആത്മാവിശ്വത്തിലും ആരാധിപ്പാനിടയായി തീർന്നു. അലലിയ ഇടയ്ക്ക് തലമുറയില്ലാത്ത ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. കരഞ്ഞുകൊണ്ട് അലലിയ ആ മകൾ ഇങ്ങനെ 15 വർഷമായി തലമുറയില്ലാതിരിക്കുന്ന ആന്റി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഫോണിലൂടെ വിളിച്ചത് സമയത്ത് ഞാൻ പറഞ്ഞു, മക്കളെ ഇനിയുള്ള നാളുകൾ നാമധേയമായി ആരാധിക്കുന്ന വ്യക്തിയാണ്, ക്രിസ്ത്യാനി തന്നെയാണ്. എന്നാൽ അവരുടെ ഭർത്താവാണെങ്കിൽ ക്യാൻസർ ആയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ചു മാറ്റിയ വ്യക്തി. ഏകദേശം 45 വയസ്സ് വരും. ആ ഈ സഹോദരിക്ക് ഏകദേശം ഒരു 10, 35, 38 വയസ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. മാനുഷ്യമായി ചിന്തിച്ച തലമുറ കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ അവളുടെ കണ്ണുനീരിന് കണ്ടുകൊണ്ട് എന്റെ മകന് തലമുറയിലായിരുന്നപ്പോൾ ആ ഭാരം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് കർത്താവിനോട് ഞാൻ ഹല്ലേലൂയ അവളോടും പറഞ്ഞു, യേശുവേ മക്കളെ നീ യേശുവിനോട് യേശുവിന്റെ തലയുടെ കഴിവിനെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാല് ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഫോണിലൂടെ കുറച്ച് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാൻ ആ പ്രാർത്ഥിച്ചു കൊണ്ട് തന്ന സമയത്ത് ആ വെള്ള യേശുവിന്റെ രക്തമാകണമേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവളിൽ വ്യാപരിച്ചതായ തലമുറ കൊടുക്കാതിരുന്ന പൈശാചി ശക്തി വെളിപ്പെട്ടു വരുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ തന്നെയാണ് അവൾക്ക് കുഞ്ഞിനെ കൊടുക്കാത്ത ഇനി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അത് വെല്ലുവിളിച്ച് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാനിടയായിരുന്നാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച കർത്താവേ ഇന്നു മുതൽ അവൾ യേശുവിന്റെ മകളായി തീരാമെന്ന് അവൾ തീരുമാനമെടുത്തല്ലോ. കർത്താവേ യേശു തന്റെ ദൂതന്മാരെ ഇറക്കണം സ്വർഗീയ തീയാല് ഹല്ലേലൂയ ഈ പൈശാചി ശക്തി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചതായ സമയത്ത് ആ പൈശാചി ശക്തി വീണ്ടും വിളിക്കുവാനിടയായിട്ട്, അയ്യോ സ്വർഗത്തിൽ തീ ഇറങ്ങുന്നേ, എനിക്കിനി നിൽക്കാൻ പറ്റൂലേ, ഞങ്ങൾ പോകുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് മാറുവാനിടയായിട്ട് ദൈവത്തിന്റെ മഹാകരുണയ യേശു തന്റെ ദൂതന്മാരെ ഇറക്കി ഹല്ലേലൂയ ആ പൈശാചി ശക്തികളെ മാറ്റുകയും അവൾ ആ വെള്ളം യേശുവിന്റെ രക്തം പറഞ്ഞ് കുടിച്ചപ്പോൾ ഹല്ലേലൂയ ഉള്ളിനകത്ത് പിശാച് അവകാശം പറഞ്ഞത് ചില വസ്തുക്കൾ ഛർദ്ദിച്ചത് പുറത്തു പോകുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പൊതുനാമം മഹത്വപ്പെടുത്തേ. ദൈവത്തിന്റെ മഹാകരുണയാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് മനുഷ്യർക്ക് അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലവും സാധ്യമെന്നുള്ള വചനം പോലെ ഹല്ലേലൂയ ദൈവം മനസ്സരിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയെന്ന് അറിയുവാനും ദൈവത്തിന്റെ കരുണയാൽ ഇപ്പോൾ ഹല്ലേലൂയ 2.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ ദൈവം അവൾക്ക് നൽകുവാനും ഇടയായി. അപ്പൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഡോക്ടർമാരോ മനുഷ്യരോ അസാധ്യമെന്ന് പറഞ്ഞ് ഇനി തലമുറ കിട്ടുകയില്ല എന്ന് പറഞ്ഞ വിഷയമാണെങ്കിലും യേശുവിനോട് പാപങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ രക്തത്താൽ കുറച്ച് വെള്ളം ഹല്ലേലൂയ അടുത്തുള്ളൊരു പെന്തക്കോസ്ത് ചർച്ചിൽ കടന്നുപോയിട്ട് അവിടുത്തെ ദൈവദാസന്റെ കൊടുത്ത് യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ച് കുടിക്കുവാൻ മനസ്സുണ്ടായി. തുടർന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാമെന്ന് തീരുമാനമെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഏത് വിട്ടുമാറാത്ത പൈശാചി ശക്തി നിങ്ങളെ വിട്ടുമാറുവാനും നിങ്ങൾക്ക് തലമുറ ദൈവം നൽകി മാനിക്കുവാനും ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമായി ഇന്നേക്ക് ഏകദേശം 9 വർഷം മുന്നേ ഇപ്പോൾ എനിക്ക് 56 വയസ്സുണ്ട്. ഞാൻ ജനിച്ചപ്പോ മുതല് ജന്മന ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് കാരണം സ്ഥിരം ഗുളിക കഴിക്കുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അവേ വർഷങ്ങളോളം ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ 46 വയസ്സായപ്പോൾ എനിക്കൊരു ഓപ്പറേഷന് വേണ്ടി ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ എന്റെ ഹാർട്ട് പരിശോധിച്ചപ്പോൾ
നിങ്ങളുടെ ഹൃദയത്തിന് യാതൊരു കുഴപ്പവുമില്ല, ഇനി അതിനെ തുടർന്ന് യാതൊരു ഗുളികയും കഴിക്കണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം എന്റെ യേശു സൗഖ്യദായകനായി കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ആമേൻ. എന്റെ യേശുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകേണ്ട. എന്റെ അനുഭവ സാക്ഷിയുള്ള ഒരു ട്രാക്ട് ബുക്ക്, സ്വർഗവും നരകവും ദൈവിക വെളിപ്പാടെന്നുള്ള ട്രാക്ട് ബുക്ക് ഞങ്ങളുടെ ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് പലർക്കും ഇങ്ങനെ സൗജന്യമായിട്ട് ഏകദേശം 1,00,000 കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ ദൈവം സഹായിച്ചു. അതിലിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ കണ്ട സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ അവസാനത്തിൽ എന്റെ അനുഭവ സാക്ഷികൾ എഴുതിയിരുന്നു. അപ്പൊ ജന്മനാ ഹൃദയത്തിന്റെ വാക്ക് ചുരുക്കിയ ദേശീയ സൗഖ്യമാക്കിയെന്നുള്ള ഹെഡിങ് കൊടുത്തിരുന്നപ്പോൾ ഇത് കണ്ടിട്ട് ഒരു സഹോദരൻ വിളിക്കുവാനിടയായിരുന്നു. 8 ലക്ഷം രൂപ അവർ ആകും ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്ട് ബുക്കിൽ ഈ അനുഭവം യേശു നിങ്ങളെ സൗഖ്യമാക്കിയെന്ന് കിടക്കുന്നല്ലോ, അതുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുകയും ദൈവത്തിന്റെ കരുണയാൽ പ്രാർത്ഥിക്കുവാനും ഇന്ന് വരെ ഈ ഓപ്പറേഷൻ കൂടാതെ ദൈവം ആ മനുഷ്യനെ സൗഖ്യത്തോടെ വച്ചിരിക്കുന്നു. യേശു സൗഖ്യദായകൻ. യേശുവിന്റെ അടിപ്പിണരുവാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനം പോലെ നാം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്രകാരം യേശു സൗഖ്യദായകനാണ്. എന്നെ സൗഖ്യമാക്കി സിസ്റ്റർ. ജന്മന ഹാർട്ടിന്റെ വാൽവ് ചുരുങ്ങിയിരുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവല്ലോ ചെയ്തോ? അതോ ചർച്ച പോയപ്പോ കൈയടിച്ച് ഇങ്ങനെ ആരാധിക്കും. പിന്നീട് ചില ഡോക്ടർമാരുടെ സംസാരിച്ചപ്പോ ഈ രണ്ടുള്ളം കൈകൾ തമ്മിൽ ഇങ്ങനെ ചേർത്തടിക്കുമ്പോൾ ഹൃദയത്തിന്റെ സർക്കുലേഷൻ വർദ്ധിക്കും. പിന്നെ ദൈവ മനസ്സല്ലെങ്കിൽ യേശു ഒരു വാക്ക് പറഞ്ഞിരിക്കും, ഇനി സൗഖ്യമായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണവും പ്രയാസവും ശരീരത്തിൽ രക്തമൊന്നും ഇല്ല, വെറും അസ്ഥി മാത്രമായിട്ടിരുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. പിന്നെ ഇങ്ങനെ 46 വയസ്സായപ്പോ ഇങ്ങനെ പരിശോധിച്ച് നോക്കി ഗുളികയൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ ശേഷം പിന്നീട് അത് സംബന്ധിച്ച് യാതൊരു കുഴപ്പവും ഇല്ല. നടക്കുമ്പോഴൊന്നും ക്ഷീണം അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥയായിരുന്നു. 46 വയസ്സ് വരെ ഈ പ്രോബ്ലം ആയിരുന്നോ? 46 വയസ്സ് വരെ ഈ പ്രോബ്ലം ഇങ്ങനെ ശരീരത്തിൽ ക്ഷീണമായിരുന്നു? അതെ, ഇന്ത്യയിലായ ക്ഷീണാവസ്ഥയിലായിരുന്നു. പ്രത്യേകമായ ഏതെങ്കിലും ഒരു ദിവസം വല്ലതും ഉണ്ടോ അതിനതോ ദൈവം അങ്ങനെ തൊട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകം ഉണ്ടായിട്ടില്ല. പക്ഷേ ഡോക്ടർ ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ നോക്കിയിട്ടാണ് ഹാർട്ടിന് കുഴപ്പമില്ല, ഇനി അങ്ങനെയുള്ള യാതൊരു ഗുളിയും കഴിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് എനിക്ക് സൗഖ്യമാക്കി എന്നുള്ളത്. ഡോക്ടർ അത് പരിശോധിക്കാൻ കാരണമായത് എനിക്കൊരു സംശയത്തിന്റെ പേരില് ഞാൻ എന്റെ ശരീരഭാഗം ഡോക്ടർ അടുത്ത് പറഞ്ഞു എനിക്ക് ക്യാൻസറിന്റെ കുഴപ്പമുണ്ടോ എന്നൊന്ന് പരിശോധിക്കണമെന്ന് ഡോക്ടർ അടുത്ത് പറയാനിടയായിട്ട്. ഇതിൽ ആ ഡോക്ടർ നല്ല പ്രായമുള്ളൊരു ഡോക്ടറായിരുന്നു. അവരിങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ദിവസത്തിൽ അമ്മച്ചിയായിരിക്കും ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ തോന്നലുണ്ടായി ആശുപത്രിയിൽ വരും, പരിശോധിച്ച് നോക്കാൻ. ഞാൻ പറഞ്ഞു പ്ലീസ് നോക്കി ഒന്ന് നോക്കലേനേറെ കുഴപ്പമില്ലല്ല, ജസ്റ്റ് ഒന്ന് നോക്കണം. എന്റെ മനസ്സിലിരുന്ന് ഒരാൾ പറയുന്നത് പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ പരിശോധിച്ച് നോക്കി. ആദ്യത്തെ ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല, പ്രത്യേകിച്ച് മുഴയായിട്ടോ ഒന്നും കണ്ടില്ല. എന്നാൽ സ്കാൻ ചെയ്തപ്പോൾ എന്റെ ബ്രസ്റ്റില്, ഇടതുവശത്തെ ബ്രസ്റ്റില് ഒരു നെൽമണിയുടെ അത്രയും വലിപ്പത്തില് ഒരു സംഭവം റെഡിയായി വരുന്നുണ്ട് എന്ന് പറയുവാനിടയായിട്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കാരക്കോണം മെഡിക്കൽ കോളേജില് ആദ്യത്തെ ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ ചെയ്യുവാനിടയായിട്ട്. അതെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസറിന്റെ തുടക്കമാണെന്ന് അറിയുവാനിടയായിട്ട്. തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ RCCയിൽ പോവുകയും വീണ്ടും അവർ ഈ പരിശോധിച്ചതിന് വീണ്ടും അവർ വാങ്ങിയിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് വീണ്ടും ക്യാൻസറിന്റെ തുടക്കമാണെന്ന് പറയുകയും ഇടത് ഭാഗത്തെ ബ്രസ്റ്റ് പൂർണ്ണമായി മാറ്റുവാനും ഇടയായിട്ട്. ഇന്നേക്ക് 9 വർഷം മുന്നേ. അപ്പൊ ആ ഓപ്പറേഷന് വേണ്ടിയാണ് ഹാർട്ടിന് യാതൊരു കുഴപ്പവും ഇല്ലാന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരം ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവര് ഓപ്പറേഷൻ ചെയ്യുള്ളൂ. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഹാർട്ടിന്റെ ജന്മനാ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയ ചേച്ചി സൗഖ്യമാക്കിയെന്ന് അറിയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണയാണ്. ഈ 9 വർഷത്തിന് ശേഷം പിന്നെ അതിനെ തുടർന്ന് ഒരു റേഡിയേഷൻ, ആ കീമോയോ ഒന്നും എടുക്കാൻ യേശുവൊക്കെ വെച്ചില്ല. ഹല്ലേലൂയ. 5 വർഷം വരെ 20 മില്ലിയുടെ ഒരു ഗുളിക മാത്രം കഴിക്കാൻ പറഞ്ഞു. ക്യാൻസറിന്റെ സെല്ലുകൾ ശരീരത്തിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറാൻ വേണ്ടി. പിന്നെ 3 മാസത്തിൽ 6 മാസത്തിലൊക്കെ ചെക്കപ്പിലായിട്ട് കടന്നു ചെല്ലാൻ പറയുമായിരുന്നു. ആ സമയങ്ങളൊക്കെ കടന്നു പോകുമ്പോ ഹല്ലേലൂയ, മുൻപൊരിക്കൽ ഞാൻ RCCയിൽ ട്രാക്ട് കൊടുക്കാൻ പോയപ്പോ എന്റെ കയ്യില് നമ്മൾ ബുദ്ധിയില്ലാതെ കയ്യിൽ പുറത്ത് വെച്ച് വലിയ നിധി പോലെയാണ് കൊണ്ടുപോയത് ട്രാക്ട്. പക്ഷെ സെക്യൂരിറ്റിക്കാർ കണ്ട് ഇവര് ട്രാക്ട് കൊടുക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു വിടുവാൻ ഇടയായിട്ട് അതിനകത്ത് കൊടുക്കാൻ പാടില്ല എന്നോ. എന്നാൽ
അതിനുശേഷം സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ പക്ഷെ അതിനകത്ത് കയറിയിട്ടൊന്ന് കാറ്റ് കൊടുക്കാനോ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും അവസരമില്ല. എല്ലാവരും ക്യാൻസർ രോഗബാധിതരെ RCCയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നിരാശ മാത്രമായിട്ട് വെറും അസ്ഥി മാത്രമായിട്ട് ഓരോ മനുഷ്യരും നിരാശ കൊണ്ട് തല താഴ്ത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നോക്കി ഒന്ന് ചിരിച്ചാൽ യേശു എന്നെ സൗഖ്യമാക്കി, നിങ്ങൾ സൗഖ്യമാവും, യേശുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ദീപാലാൻഡി പോണ സന്തോഷത്തോടെ ഞാൻ RCCയിൽ ചെക്കപ്പിനായിട്ട് കടന്നുപോയത്. അല്ലെങ്കിൽ അസോത്ര ഒരു വ്യക്തിയെങ്കിലും യേശു രക്ഷകനാണ്, യേശു സൗഖ്യദായകനാണ്, സ്വർഗത്തിലേക്കുള്ള വഴി യേശു മാത്രമേ ഉള്ളൂ എന്ന് പറയണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് കടന്നു പോകുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് പേരിട്ടൊക്കെ പറയാനുള്ള അവസരം കിട്ടി, ചിലപ്പോൾ പറയാൻ പറ്റാതെയും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. കർത്താവേ, അതിനകത്ത് കയറി കാലത്തൊന്നും അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷം. ഒരാളുടെ അടുത്ത് പറയും ഭയങ്കര സന്തോഷം, ഒരു ലോട്ടറി അടിച്ച സന്തോഷമാണ് ഒരാളുടെ അടുത്തെങ്കിലും അതിനകത്ത് പറയാൻ പറ്റുമ്പോഴത്തേക്ക്. ആമേൻ, സ്തോത്രം. അപ്രകാരം ദൈവത്തിന്റെ കരുണയാൽ ദൈവം ഇന്ന് ഇത്രത്തോളം ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഈ പ്രായം വരെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി അല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. ഞാൻ നിന്നതല്ല, എന്റെ യേശു എന്നെ നിർത്തിയതാണ്, ഞാൻ നേടിയതല്ല, സകലം എന്റെ കർത്താവ് തന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ക്യാൻസർ രോഗികൾ വിളിച്ചാൽ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാനൊരു ധൈര്യമുണ്ട്. യേശു ഇപ്പം തന്നിട്ടുണ്ട്. RCCക്ക് അകത്ത് ഞാൻ പോയിട്ട് അതിനകത്ത് ഒരു പാസ്റ്റർ ഭാര്യയും കൂടെ വന്ന് അവർക്ക് അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ സഹിക്കാൻ വയ്യാത്ത സങ്കടവും വിഷമമായിട്ട് അവർ ഗൾഫിലൊക്കെ ജോലിയായിട്ട് ഇരുന്നിട്ട് പത്തനംതിട്ടയുള്ള ഒരു ഫാമിലിയാണ്, പെന്തക്കോസ്ത് ചർച്ചിലുള്ളവരാണ്. പക്ഷെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് സഹിക്കാൻ വയ്യോ, അങ്ങനെ നിരാശയുടെ മുഖം കാണുമ്പോൾ അറിയാം കരയാൻ മുട്ടി നിൽക്കുന്ന അവസ്ഥ. പക്ഷെ അവർ ടോക്കൺ എടുത്തിട്ട് നിന്നപ്പോൾ മുതൽ എന്റെ മനസ്സിൽ ഭയങ്കര പ്രേരണ, അവരെ ഒന്ന് വിളിക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ ഈ ടോക്കണൊക്കെ എടുത്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന വെപ്രാളത്തിൽ നിൽക്കും, നമ്മൾ പറഞ്ഞാൽ അവർ അംഗീകരിക്കണമെന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോക്കൺ എടുത്താലും ഒരുപാട് മണിക്കൂർ കഴിഞ്ഞാലേ ആ സീരിയൽ നമ്പർ അനുസരിച്ച് അവർ വിളിക്കുകയുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാൻ കുറേ സമയമുണ്ട്. ഞാൻ വിചാരിച്ചു ഈ സമയത്ത് പോയി കാപ്പി കുടിച്ചിട്ട് തരാം. നമ്മൾ ക്യാൻറ്റീനിൽ വന്നപ്പോ വരിയിൽ നിന്നപ്പോ ആ ക്യൂവിൽ നിന്നപ്പോ ഈ ദൈവദാസന് ഭാര്യയും നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്തായാലും അവര് കാപ്പി കുടിച്ച് ഞാൻ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ മനസ്സിൽ ഈ പ്രാർത്ഥിക്കുന്നു, മനസ്സിൽ ഭയങ്കര കാര്യമാണ്. പക്ഷെ അതേസമയം വീട്ടിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കുറ്റം ചെയ്യുന്നത് കുറ്റം മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ വളരെ സിസ്റ്ററിന് ടോക്കൺ എടുക്കാൻ നിന്നപ്പോ മുതൽ ദിവാത്മാവിനെ വീട്ടിൽ പ്രേരിപ്പിക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കണം, നമുക്ക് പുറത്തിറങ്ങിയെങ്കിലും വരത്തിൽ നമുക്ക് ഇന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാതെ സ്നേഹമല്ലേ. അവര് മനസ്സിലാ മനസ്സോടെ ഇപ്പൊ ആദ്യത്തൊക്കെ അവിടെ വരുന്നവർക്ക് പേടിയാണ്. ഇപ്പൊ ഡോക്ടർ വിളിക്കുമെന്ന് പറഞ്ഞുള്ള ആ ആകാംക്ഷയോട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് പേടിക്കല്ല, ഇനി ഒരുപാട് ടോക്കൺ വിളിച്ചതിന് ശേഷമേ നമ്മളെ വിളിക്കുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് വരണം, നമുക്ക് അല്പം ഒന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് വരാം. അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവര് വന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കൂട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് ഒരു രോഗമാണ് അവരിങ്ങനെ പറഞ്ഞത്. പക്ഷെ അവരുടെ ശരീരത്തെ എടുത്തിരിക്കുന്ന പല ആത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട രോഗങ്ങൾ കർത്താവ് എന്റെ ശരീരത്തിൽ അത് വെളിപ്പെടുത്തുകയും അത് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയും അത് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി രോഗാത്മാവ് എന്ന് പറയുമ്പോൾ എന്റെ ശരീരത്തിൽ അത് വേദന വിട്ടുമാറുകയും അവരെപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുന്ന അവരുടെ ശരീരത്തിൽ അവർക്കും അനുഭവിച്ചറിയാൻ വളരെ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമ്മളെ ഏത് അവസ്ഥയിലൂടെ കടത്തിവിട്ടാൽ അതിന്റെ പിന്നിൽ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യാനുണ്ട്. ആൾക്കാർ ചോദിച്ചു, നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് പാസ്റ്റർമാരെയും നീ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കും, എന്തുകൊണ്ട് നിനക്ക് ക്യാൻസർ വന്നു, നീ എന്തുകൊണ്ട് ഒരു ടെസ്റ്റ് എടുത്തതെന്ന് ചോദിക്കുന്നത് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് RCCക്കകത്ത് കടന്നുപോയി അതിനകത്തിരിക്കുന്ന ഒരു വ്യക്തി എടുത്തും യേശു സൗഖ്യദായകൻ എന്നെ സൗഖ്യമാക്കി നിത്യജീവന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ യേശു മാത്രമേ രക്ഷകരുള്ളൂ എന്ന് ധൈര്യമായി പറയാൻ കഴിഞ്ഞുള്ളൂ. ഈ അവസ്ഥയിലൂടെ കടന്നുപോയില്ലായിരുന്നു നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. അലറിയ ഇതുപോലെ ആ ബ്രസ്റ്റ് എടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ICU യൂണിറ്റിനകത്ത് കിടന്ന സമയത്ത് അലറിയ മനുഷ്യര് പക്ഷെ എനിക്ക് യാതൊരു വ്യാധിയും തോന്നി. യേശു ഫുള്ളാൻ കരത്തിൽ ബാധിച്ചിരുന്നു. അലറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഇങ്ങനെ തപ്പി നോക്കാൻ എനിക്ക് ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോഴും വേദനയൊന്നും അറിയില്ല, മരവിക്കാനുള്ള എന്തോ മരുന്ന് പൊരുത്തിയിട്ട് അവര് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് തടിയുടെ പുറത്ത് തൊട്ട് നോക്കുന്നു. ഇന്നും അങ്ങനെ തന്നെ ഒരു തടിയുടെ പുറത്ത് തൊട്ട് നോക്കുന്നത് പോലെയുള്ളൂ, ഒരു വേദനയില്ലായിരുന്നു. അതേസമയം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളില് ദൈവത്തെ ഇല്ലാത്ത മനുഷ്യര് യേശുവിന്റെ കൂടെ ഉള്ളവർ ഞാൻ വേദന അനുഭവിച്ചില്ല, എന്റെ വേദനയിൽ യേശുവിന്റെ ചോദനകളുണ്ട്. അതേസമയം ഈ യേശു ഇല്ലാതെ വിശാഖന നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തിയും ICU യൂണിറ്റിനകത്ത് ഓപ്പറേഷൻ കഴിച്ചു കൊടുക്കുന്നവർ അയ്യമില്ലാതെ കിടന്നത്. അപ്പോ വീട്ടിനുള്ളിലൊക്കെ പേടി തോന്നും. അങ്ങനെ കിടക്കുന്നവർക്ക് എനിക്ക് പറയണം, അവരടുത്ത് പറയാൻ ഡോക്ടർമാരും നേഴ്സുമാർക്ക് നിറഞ്ഞിരിക്കണം, നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാനോ പറയാനോ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ഉള്ളിലൊരു ഓർമ്മ വന്നു, മൂത്രമൊഴിക്കാൻ എനിക്ക് ഒന്നിന് പോണം സിസ്റ്ററെ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് ചെയ്തെന്ന് അങ്ങോട്ട് ഇറക്കി വിടും. അല്ലെങ്കിൽ കയ്യിൽ ട്രിപ്പും ഇതൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് ഒന്ന് എടുത്തിട്ട് അതിനകത്ത് തന്നെ ഒന്ന് നടന്നു പോവാം.
അപ്പൊ ആ വ്യക്തിയുടെ അടുത്തോട് നടന്നു പോകുമ്പോഴേക്കും അതിന് ഒരു വ്യക്തിയിൽ തന്നെ പറയാനോ അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് നേഴ്സ് എന്റെ കയ്യിൽ നിന്ന് ട്രിപ്പൊക്കെ വന്ന് അതിനെ മാറ്റി തന്ന് ഞാൻ പതുക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കിടക്കുകയാണ് ഐസിയുനകത്ത്. ഇവിടെ ഈ ബെഡിന്റെ ആ സൈഡിലുള്ള പിടിയിലൂടെ പിടിച്ച് കടലിന്റെ താഴെ വശത്തേക്ക് പിടിച്ച് ഓരോ ബെഡ് കഴിഞ്ഞ് പോകുമ്പോ ഒരു സഹോദരന്റെ അടുത്ത് എത്തിയപ്പോ ആ സഹോദരത്തിന് നിലവിളിക്കുന്ന വേദന കൊണ്ട് ഇപ്പൊ ഞാൻ യേശുവിനെ സുഖമാക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പതുക്കെ അവർക്ക് മാത്രം കേൾക്കാൻ കണക്കിന് ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതും പ്രശ്നമായി തീരും. മതപരിവർത്തനം നടത്താൻ വേണ്ടി ഇതിനകത്ത് അടുത്ത പ്രശ്നം എങ്കിലും ഞാൻ അറിഞ്ഞ സത്യം അവിടെ തോരാൻ പറയണമെന്ന് ഐസിയുനകത്തുള്ള ഒരു ദൈവദാസന് ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞാൻ ഇതുപോലെ ഒരു വ്യക്തി അതിനകത്ത് പോയാൽ മാത്രമേ പറയാൻ കഴിയൂ. ആ വ്യക്തി നേടാൻ വേണ്ടിയായിരിക്കും യേശു എന്നെ അതിനകത്ത് കൊണ്ടുപോയിരുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കത് ധൈര്യത്തോടെ സന്തോഷത്തോടെ ആ യേശു എന്നെ കൊണ്ടുപോയി എന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇതുപോലെ ഞാൻ ഒരുങ്ങാത്ത നന്മകൾ കൃപകൾ അനുഗ്രഹങ്ങൾ സമാധാനങ്ങൾ തന്ന സൗഖ്യം എന്ന യേശുവിന് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇത്രയും സമയം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നത്. ഇതേപോലെ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നില്ല നമുക്ക് ധൈര്യമായി നമുക്ക് സ്വബോധമുള്ളപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ മനസ്സിലാക്കി അലറിയ യേശു എന്റെ പാപം ക്ഷമിക്കണമേ, എന്റെ രോഗം സൗഖ്യമാക്കണേന്ന്, എന്റെ പാപം ക്ഷമിച്ച് ആ പിശാചിനെ പിടിയുന്നതിനെ വിടിയിക്കണമേന്ന് പറയുവാൻ മനസ്സിലാക്കി നാം ജീവിച്ചിരിക്കുമ്പോൾ യേശു അതെല്ലാം ക്ഷമിച്ച് സൗഖ്യം വരുന്നതാണ് നമ്മെ നിത്യ ജീവന് വേണ്ടി ഇതെല്ലാം ഒരുക്കുന്ന നിത്യ ജീവന്റെ നമ്മെ എത്തിക്കാൻ വേണ്ടി ഇതിനോട് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ കഷ്ടതയിലൂടെ ചോദനയുടെ രോഗത്തിലൂടെ കടത്തിവിട്ട് യോഗ പറഞ്ഞവരുടെ തീയിലൂടെ കടത്തി നമുക്ക് ഒന്നുപോലെ പുറത്തു വരുവാൻ നമ്മെ ശുദ്ധീകരിച്ച് യേശുവിന്റെ സ്വഭാവത്തിലേക്ക് ആക്കി തീർക്കുവാനാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇതെല്ലാം തരണം ചെയ്യാനുള്ള ദൈവകൃപ തന്ന് ദൈവം നമ്മെ ഇനിയും എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് വഴി നടത്തുന്നവരെ ഇത്രയും സമയാവസരം ഒരുക്കി തന്നതായ ദേവദാസിക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിലെ ഭൂമിയിലെ സകല ആക്കി അനുഗ്രഹത്താലും കർത്താവുന്ന സമ്മാനിക്കട്ടെ. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ദൈവം വിടുവിച്ച വിടുതൽ കേൾക്കുവാനിടയായി തീർന്നല്ലോ. കർത്താവിനെയും കർത്താവിന്റെ ദാസ്യം ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദേവദാസ്യം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗത്തിന്റെ സിംഹാസന ഭൂമിയുടെ പാദപരമായി ചെയ്ത നല്ല കർത്താവ് അപ്പന്റെ പാദത്തിലായിരുന്നു സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ കുറിച്ച് സാക്ഷിപ്പാൻ നൽകണം. കർത്താവ് ഒരു അവസരം ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നോപ്പാ. കർത്താവ് ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. അടിയാൾക്ക് തന്നതായ സൗഖ്യം ഈ കേൾക്കുന്ന പ്രിയ മക്കൾക്ക് നൽകാപ്പാ. നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിലും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവേ അപ്പാ കഴിയെ കെട്ടപ്പെട്ട അവസ്ഥയിൽ പിശാചി ബന്ധിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവേ യേശുവിന്റെ രക്തത്താൽ അവരെല്ലാം കഴുകി ശുദ്ധീകരിച്ച് യേശുവിന്റെ മക്കളായി നിത്യ ജീവന് വേണ്ടിയുള്ള യേശു സഹായിക്കണപ്പാ. വിവിധ വിഷയങ്ങൾ കുടുംബ സമാധാനം ഇല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സന്തോഷ സൗഖ്യ സമാധാനം കിട്ടുന്നപ്പാ. അപ്രകാരം കുടുംബ സമാധാനങ്ങൾ നൽകുന്ന തലമുറയില്ലാത്തവർക്ക് തലമുറ നൽകണപ്പാ. വിവിധ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവേ അതിൽ നിന്നെല്ലാം ഇടം നൽകി കർത്താവേ സകലജനത്തെ നിത്യജീവനെ ദീർഘമേന്ന് പ്രാർത്ഥിക്കണപ്പാ. അനുഗ്രഹിക്കും ആനുഗ്രഹിക്കുകയും മറക്കണം കർത്താവേ. ഈ ചാനലിലെ അനുഗ്രഹിക്കണേ. ഇതിലൂടെ അനേകരെ നിത്യതയ്ക്ക് ഒരുക്കുവാൻ തക്കണം. ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവം സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കും. സകല മാത്രം നൽകണപ്പാ. സകലതായ സകല നന്മകൾക്ക് നന്ദി പറയുന്ന സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ചതായ സ്തോത്രം. യേശു കർത്താവിനെ നമുക്ക് അനുഗ്രഹിച്ചും നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഓക്കെ. ദേവദാസേ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.